വേറിട്ട ചിന്തയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വേറിട്ട ചിന്തയുടെ 133 ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞൊരു ദിവസം വേറിട്ട ചിന്തയുടെ ഏതോ ഒരു ശ്രോതാവ് ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ഇത് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ യേശു നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുമായിട്ട് സംസാരിക്കുന്ന വേളയിൽ ആ നിക്കോദിമോസിനോട് പറഞ്ഞൊരു കാര്യമാണ് ഈ പറയപ്പെടുന്ന ആ ഒരു കാര്യം. വെള്ളത്താലും ആത്മാവിലും ജനിക്കണം എന്നുള്ള പ്രസ്താവന, അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ള ചോദ്യമാണ് സംശയമായി ചോദിച്ചത്. ആ വചനത്തിൻ്റെ ആഴം മനസ്സിലാക്കിയിരിക്കേണ്ടത് മനുഷ്യൻ്റെ രക്ഷയോടുള്ള ബന്ധത്തിലും, വിശേഷാൽ യേശു കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ആർക്കും സ്വർഗരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ വാക്യം ക്രിസ്തീയ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിൽ എത്തിക്കേണ്ടതിന് അതിപ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ആ വാക്യത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് രക്ഷയെ കാക്ഷിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നൂതനമായ പല ഉപദേശങ്ങളും രൂപം കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. സ്നാനം വേണ്ട എന്നും, വിശുദ്ധി വേണ്ട എന്നും, വേർപാട് വേണ്ട എന്നും എന്നിത്യാദി പല പല ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് യേശുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നവർ നല്ലൊരു ഭാഗം ആളുകളും അവരുടെ ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളുടെ സാധ്യതകൾക്ക് വേണ്ടിയാണ് വരുന്നത് എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു സത്യമാണ്. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നവർ. എന്താണ് എൻ്റെ അർത്ഥം? ഈ ആയുസ് കൊണ്ട് തീർന്നു പോകുന്ന നന്മകൾക്കു വേണ്ടി ക്രിസ്തുവിൽ ആശ്രയിച്ച് അല്ലെങ്കിൽ യേശുവിനെ അന്വേഷിച്ചു വരുന്ന ഒരു കൂട്ടം ആളുകൾ. അവർക്കൊരു പക്ഷെങ്കിൽ കടം മാറിയാൽ മതി, ചിലർക്ക് രോഗം മാറിയാൽ മതി, ചിലർക്ക് വിദേശത്തേക്കുള്ള യാത്ര സാധ്യമായാൽ മതി, ചിലർക്ക് തങ്ങളുടെ കുട്ടികളുടെ വിവാഹം നടന്നാൽ മതി, ചിലർക്ക് വീട് വച്ച് കിട്ടിയാൽ മതി, ചിലർക്ക് നല്ല ജോലി കിട്ടിയാൽ മതി. അപ്പോൾ എന്നിത്യാദി ഈ പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഈ ആയുസ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. ഈ ആയുസ് കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന കാര്യങ്ങളെ കൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഈ ആയുസ്സിൽ മാത്രം. എന്നാൽ അതിനപ്പുറത്തേക്ക് വരുന്ന ഒരു കാലമുണ്ടെന്നും കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, അതിന് 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ അവനിരിക്കുന്ന ഇടമായ ആ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. അപ്പോൾ ഈ 2 വാക്യങ്ങളും ചേർത്ത് പഠിക്കുമ്പോൾ ഈ ആയുസ്സിൽ തീർന്നു പോകുന്ന കാര്യവും എന്നാൽ ഉയരത്തിലുള്ള കാര്യവും രണ്ടും രണ്ടായി തന്നെ അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ വളരെ ശ്രദ്ധേയമായൊരു കാര്യമുണ്ട്. ഈ ആയുസ്സിലെ നന്മകൾ, ഈ ആയുസ്സിലെ അനുഗ്രഹമെന്നുദ്ദേശിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ യേശുവിനോട് സാധിപ്പിച്ചെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഉയരത്തിലുള്ളത് കിട്ടുകയില്ലയോ? ന്യായമായ ഒരു സംശയമാണത്. എന്നാൽ വചനത്തിൽ ഇങ്ങനെ രണ്ടും രണ്ടായി പറയുമ്പോൾ വളരെ ഒരു കാര്യം വ്യക്തമാണ്. ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വയ്ക്കുവാൻ നമുക്ക് കഴിയും. ഈ ആയുസ്സിലെ കാര്യങ്ങൾ മാത്രം, അതായത് ഈ ആയുസ് കൊണ്ട് നമ്മൾ അനുഭവിച്ചു ഉപയോഗിച്ച് തീരുന്നതായ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം യേശുവിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഇപ്പോൾ രോഗസൗഖ്യത്തിന് നല്ലൊരു ഉദാഹരണമാണ് 12 സംവത്സരമായി രക്തസ്രാവമുള്ളൊരു സ്ത്രീ. അവർക്ക് മനുഷ്യ സമൂഹത്തിൽ പോലും കടന്നു വരുവാനുള്ള അനുവാദമില്ലാത്ത നിയമം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലും ആരെയും അറിയിക്കാതെ ആ സ്ത്രീയുടെ ഉള്ളിലുള്ളതായ വിശ്വാസത്തിൻ്റെ ബലം കൊണ്ട് നിയമത്തെ ഭയക്കാതെ, വിലക്കിന്, സാമൂഹ്യ വിലക്കിനെ ഭയക്കാതെ യേശുവിൻ്റെ അടുക്കൽ കടന്നു വരികയാണ്.
എന്തിനു വേണ്ടി? അവർക്കൊരു സൗഖ്യം വേണം. ഈ 12 സംവത്സരമായി അവർ ചികിത്സിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം തനിക്കുള്ളതെല്ലാം വിറ്റ് വൈദ്യർക്ക് കൊടുത്തു. അപ്പോൾ കാലാകാലങ്ങളായി ചികിത്സിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തിയുടെ, ആ രോഗിയുടെ വിശ്വാസം യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ ഒന്ന് തൊട്ടാൽ മതി. ചിലർക്ക് പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട് യേശുവിൻ്റെ തൊങ്ങലിൽ തൊടുക എന്ന്. തെറ്റാ കേട്ടോ, യേശുവിൻ്റെ തൊങ്ങലല്ല, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ. അപ്പോൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടാലെങ്കിലും എനിക്ക് സൗഖ്യം വരുമെന്ന് അവർ വിശ്വസിക്കണമെങ്കിൽ അവരുടെ വിശ്വാസത്തിൻ്റെ ആഴമൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവർ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ യേശുവിൻ്റെ ശരീരത്തിലും ഒന്ന് മുട്ടിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് എന്നെ തൊട്ടവരാരെന്നാണ് യേശു ചോദിച്ചത്. ആ ചോദ്യത്തിൽ ശിഷ്യന്മാർ പറയുന്ന മറുപടിയും തമ്മിൽ നമ്മൾ ചിന്തിച്ചാൽ ഒരു വലിയൊരു കാര്യം നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. ശിഷ്യന്മാർ ചോദിക്കും, ഇത്രയ്ക്കും വലിയ ജനസമൂഹം തിക്കും തിരക്കും ഉണ്ടാക്കുമ്പോൾ നിന്റെ ശരീരത്തിൽ മുട്ടിയത് ആരാണെന്ന് ചോദിക്കുന്നതിൽ എന്താണ് അർത്ഥം? ന്യായമായൊരു ചിന്തയല്ലേ? പക്ഷെ യേശു പറയുന്നത്, എനിക്കവിടെ മനസ്സിലാക്കാൻ പറ്റിയത്, ഈ ശിഷ്യന്മാർ പറഞ്ഞ ആശയത്തിൽ തൊടുകയല്ല, അവർ മുട്ടുക ചെയ്തത്, തട്ടിയും മുട്ടിയും. പക്ഷെ ഈ സ്ത്രീ തിരക്കിനിടയിൽ തട്ടുകയും മുട്ടുകയല്ല ചെയ്തത്, തൊടുകയാണ് ചെയ്തത്. അപ്പോൾ തട്ടുകയും മുട്ടുകയും ചെയ്യുന്ന പറഞ്ഞാൽ പുറകിലുള്ളവരുടെ തിക്കും തിരക്കും വരുമ്പോൾ അറിയാതെ ചെന്ന് മുട്ടുന്നതും ആവശ്യബോധത്തോടെ, ഒരു ലക്ഷ്യബോധത്തോടെ മനസ്സറിഞ്ഞ് ചെന്ന് തൊടുന്നതും രണ്ടും രണ്ടാണ്. അപ്പോൾ ഈ സ്ത്രീ തിരക്കിൻ്റെ ഇടയിൽ തട്ടുകയും മുട്ടുകയും ചെയ്തതല്ല, മറിച്ച് ഒരു സൗഖ്യം വേണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് തൊട്ടതാണ്. ശരി, യേശുവിൻ്റെ അടുത്ത പ്രസ്താവന, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ആ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അപ്പോൾ ഒരു ചോദ്യം, നിങ്ങൾ നിന്ന് ശക്തി പുറപ്പെട്ടിട്ട് അത് എങ്ങോട്ടാണ് പുറപ്പെട്ടതെന്ന് നീ അറിഞ്ഞില്ലേ ഗുരു? ആരിലേക്കാണ് ശക്തി പുറപ്പെട്ടതെന്ന് അങ്ങ് അറിഞ്ഞില്ലയോ ഗുരു? അത് എന്തിനു വേണ്ടിയാണ് ശക്തി പുറപ്പെട്ടതെന്ന് അങ്ങ് അറിഞ്ഞില്ലയോ ഗുരു? പിന്നെ എന്തിനാണ് അതാരാണെന്ന് ചോദിച്ചത്? അപ്പോൾ യേശു അവിടെ ആരെ പരീക്ഷിപ്പാൻ ചോദിച്ചതാണെന്ന് ഞാൻ കരുതുന്നില്ല. യേശുവിനൊരു കാര്യം മനസ്സിലായി, ആരോ സൗഖ്യം ആഗ്രഹിച്ചു വന്നു, അവർ വിശ്വാസത്തോടെ തൊട്ടു, എങ്കിൽ നിന്ന് ശക്തിയും പുറപ്പെട്ടു. പക്ഷെ ഞാൻ അവരെ അറിയുകയില്ല. ഇനി നമുക്ക് വേറൊരു വാക്യോടെ ചേർത്ത് വെച്ചെന്ന് ചിന്തിച്ചാലോ? അന്നാളിൽ നിങ്ങൾ കർത്താവേ കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ വീര്യം പ്രവർത്തിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി, പ്രവചിച്ചു, അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് എന്ത് പറയും? ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ഈ ഓൺലൈനിലായാലും ശരി, ലൈവ് ശുശ്രൂഷയിലായാലും ശരി, എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ ശുശ്രൂഷയിലായാലും ശരി, ചർച്ചിലെ ശുശ്രൂഷയിലായാലും ശരി, കയറി വന്നിട്ട് അഴിയട്ടെ പൊട്ടട്ടെ ഇപ്പോൾ വിടുതല എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾക്ക് വിടുതൽ കൊടുക്കുവാൻ ശ്രമിക്കുന്ന ശുശ്രൂഷകരോട് ഒരു കാര്യം പറയുകയാണ്, യേശു അറിയാതെയും ഇതൊക്കെ നടക്കും കേട്ടോ, നടക്കും. അന്നാളിൽ നിങ്ങൾ ഈ അത്ഭുതമൊക്കെ ചെയ്തു, പക്ഷെ ഞാൻ നിങ്ങളെ ഒരു നാൾ പറഞ്ഞിട്ടില്ല. ഇവിടെ ഇത്രയ്ക്കും ആഴമേറിയ വിശ്വാസത്തോടു കൂടി ഒരു സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ 12 വർഷമായിട്ട് കഷ്ടപ്പെടുന്നതാണ്. അവരുടെ ജീവിതത്തിലെ സകല സമ്പാദ്യങ്ങളും വിറ്റ് ചിലവഴിച്ച ഒരു വ്യക്തിയാണ്. ദൈവം വരെ അറിഞ്ഞില്ലെന്നാണ് കരുതുന്നത്? സർവജ്ഞാനിയായ ദൈവം ഇതെല്ലാം അറിയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ തൊട്ടപ്പോഴും യേശു അറിഞ്ഞില്ല എന്നുള്ള അർത്ഥമല്ല. മാനുഷികമായി യേശു ഒരു മനുഷ്യൻ എന്ന നിലയിൽ അതറിഞ്ഞില്ല എന്ന് കൂട്ടിക്കോ. പക്ഷെ പൂർണ്ണ ദൈവവുമായിരുന്നവൻ അതറിയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അത്തിയുടെ മുകളിലിരുന്നവനെയും അത്തിയുടെ ചുവട്ടിലിരുന്നവനെയും ഒക്കെ മുന്നമേ തിരിച്ചറിഞ്ഞവൻ, തനിക്കെതിരെയുള്ള ഗ്രാമത്തിലൊരു കഴുത കെട്ടപ്പെട്ട് കിടക്കുന്നുവെന്നും അതിലാരും കയറിട്ടില്ല എന്ന് പോലും അറിയുന്ന ഒരു കർത്താവ്. നോക്കിക്കേ, അപ്പോൾ ആ കഴുതയുടെ ഓരോ നിമിഷം പോലും ശ്രദ്ധിച്ചറിയുന്ന കർത്താവ്. ഒരു കൊച്ചുകുട്ടിയെങ്കിലും അതിന് പുറത്തുനിന്ന് കയറി ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇറങ്ങിയെങ്കിൽ, ഇന്നത്തെ കാലത്താണെങ്കിൽ CC ക്യാമറയൊക്കെ വെച്ചിട്ട് അതിൽ റെക്കോർഡ് ചെയ്ത് നമുക്ക് 24 മണിക്കൂറും അതൊന്ന് റീവൈൻഡ് ചെയ്ത് ശ്രദ്ധിച്ച് നോക്കിയാൽ ആരെങ്കിലും കയറിയിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കാൻ പറ്റും. പക്ഷേ യേശു ഇത്രക്ക് ദൃഢമായി പറയുക, ഇന്നു വരെയും ആരും അതിൽ കയറിട്ടില്ലെന്ന് പറയുമ്പോൾ ആ കഴുതക്കുട്ടിയുടെ പോലും ഓരോ സെക്കൻഡുകളും വീക്ഷിച്ചറിയുന്ന കർത്താവ്.
എന്നെ തൊട്ടതാരാന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിൽ എന്തെങ്കിലും ലോജിക്കുണ്ടോ? അതിൻ്റെ അർത്ഥം ഇത്രയുള്ളൂ പ്രിയ ശ്രോതാക്കളെ, ഞാൻ അറിയാതെ സൗഖ്യവും വേണമെങ്കിൽ നിങ്ങൾക്ക് നടക്കും. അതിൻ്റെ കാരണമുണ്ട്. സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവയ്ക്ക് തൻ്റെ സകല സൃഷ്ടികളോടും കരുണ തോന്നുന്നു. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് മദതിൻ്റെ ആഹാരം കൊടുക്കുന്ന കർത്താവ് തൻ്റെ സകല സൃഷ്ടികളോടും കരുണ തോന്നുന്നു. ആ കരുണയാൽ, ആ മനസ്സലിവിനാൽ, ആ ദയയാൽ ഇതെല്ലാം ചെയ്തു കൊടുക്കും. അങ്ങനെയാണല്ലോ നയൻ പട്ടണത്തിലെ വിധവയുടെ ഏകമകൻ മരിച്ചു മരണത്തിൻ്റെ മഞ്ചലം ചുമന്നുകൊണ്ട് വരുന്ന മനുഷ്യരുടെ അടുക്കൽ വന്നപ്പോൾ ആ സ്ത്രീയെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. അവളോട് നീ വിശ്വസിക്കുന്നുണ്ടോ? നീ സ്നാനപ്പെടാമോ? നീ പള്ളിയിൽ വരാമോ? മുടങ്ങാതെ ആരാധനയ്ക്ക് വരാമോ? ഈ വക ഡിമാൻഡുകളൊന്നും ചെയ്യാതെ അവൾക്കിതാ ആ മകനെ ജീവിപ്പിച്ചു കൊടുക്കുന്നു. കാരണം ആ സ്ത്രീക്ക് തിരിച്ചു കിട്ടിയ മകൻ്റെ ആയുസ് ഈ ഭൂമിയിൽ വെച്ച് തീരുന്നതാണ്. എന്നാൽ ശമരിയ സ്ത്രീ നിത്യജീവൻ്റെ ദാഹം ശമിപ്പിക്കാനുള്ള ജീവജലത്തിനു വേണ്ടി ചോദിച്ചു. യേശുവോടെ ഡിമാൻഡ് വെച്ചു കേട്ടോ, നിനക്ക് ഞാൻ ജീവജലം തരാം, പക്ഷെ നീ പോയി നിൻ്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരുവിൻ. അപ്പോൾ ഡിമാൻഡ് വെച്ചു. അപ്പോൾ അത് ഈ ജീവജലം എന്ന് പറയുന്നത് ഈ ആയുസ് കൊണ്ട് തീരുന്നതല്ല. പക്ഷേ വിധവയുടെ മകൻ ജനിച്ച് വീണ്ടും പുനർജീവൻ കൊടുക്കുമ്പോൾ അത് ഈ ഭൂമിയിൽ വെച്ച് തീരുന്നതാണ്. അപ്പോൾ സ്വർഗത്തിലെ കാര്യങ്ങൾക്ക് ഡിമാൻഡുണ്ട്, ഭൂമിയിലെ കാര്യങ്ങൾക്ക് ഒന്നിനും ഡിമാൻഡില്ല. അപ്പോൾ ഞാൻ മടങ്ങി വരികയാണ്. ഇവിടെ നിത്യജീവൻ്റെ കാര്യം ചോദിച്ചപ്പോൾ സ്വർഗരാജ്യത്തിൽ കടക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ പറയുകയാണ്, നീ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല. ഒരു പക്ഷേങ്കിൽ ഇതൊന്നും ചെയ്തില്ലെങ്കിലും നീ സൗഖ്യം ചോദിച്ചോ, ഞാനത് തരാം. നീ ഒരു വീട് ചോദിച്ചോ, ഞാനത് തരാം. നീ വിദേശത്തേക്കുള്ള വിസ ചോദിച്ചോ, ഞാനത് തരാം. നീ 2 നില കെട്ടിടം ചോദിച്ചോ, ലക്ഷറി കാറ് ചോദിച്ചോ, ഇതെല്ലാം ഞാൻ തരാം. നോ ഡിമാൻഡ്. പക്ഷേ നിത്യജീവങ്കിലേക്ക് കടക്കുവാൻ, സ്വർഗരാജ്യത്തിലേക്ക് നീ കടക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നീ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. ഇനി നമുക്കതിൻ്റെ വിശദീകരണത്തിൽ കിടക്കാം. ലോക ചരിത്രത്തിൽ മനുഷ്യനെ ദുഷ്ടനെയും നീതിമാനെയും 2ആയി തരം തിരിച്ചൊരു സംഭവമായിരുന്നല്ലോ നോഹയുടെ കാലത്തെ ജലപ്രളയം. ആ ജലപ്രളയത്തിൽ അന്ന് നീതിയോട് കൂടി ജീവിച്ച ഒരു കുടുംബം രക്ഷപ്പെടുകയും അവർ ശേഷിക്കുകയും, അനീതിയിൽ ജീവിച്ചു പോന്നവരെല്ലാം ഉന്മൂലനാശത്തിന് വിധേയമായി അവർ പട്ടുപോകുകയും ചെയ്തു. അതൊരു പരിധിവരെ ഒരു ശുദ്ധീകരണത്തിൻ്റെ ഒരു വീശുമുറം, അതാണ് നല്ലൊരു പദപ്രയോഗം, ഒരു വീശുമുറമായിരുന്നു. അതിനകത്ത് നല്ല മണി ഏതാണ്, അതിനകത്ത് മണിയല്ല, അല്ലെങ്കിൽ വന്നല എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ, ആ സാധനം ഏതാണെന്ന് തരം തിരിക്കുന്ന ഒരു വീശുമുറം പോലെയായിരുന്നു നോഹയുടെ കാലത്ത് നടന്ന ജലപ്രളയം. പത്രോസ് തൻ്റെ 1-ാമത്തെ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ ആ സംഭവം അതൊരു സ്നാനത്തിന് മുൻകുറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു സ്നാനം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഒരു സ്നാനത്തിന് മുൻകുറി എന്ന് പറഞ്ഞാൽ നോഹയോട് പറയുന്നു, നീ ഈ വെള്ളത്തിലൂടെ നീ രക്ഷപ്പെട്ടു വരുന്നത് പോലെ വെള്ളത്താൽ വീണ്ടും ജനനം പ്രാപിക്കുന്ന ഒരവസ്ഥ. നോഹയെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളത്തിൽ ആ പെട്ടകമില്ലായിരുന്നുവെങ്കിൽ ആ ജീവിതം അവിടെ തീർന്നു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ അവിടെ തീർന്നു പോകേണ്ട സ്ഥാനത്ത് ഒരു പുനർജന്മമെന്ന നിലയിലേക്ക് തനിക്ക് തൻ്റെ കുടുംബത്തിന് ലഭിച്ച ജീവിതം പുനർജന്മം എന്ന നിലയിൽ കണ്ടുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, സ്നാനത്തിന് മുൻകുറിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ സ്നാനമെന്നല്ല. എന്നാൽ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പിതാക്കന്മാർ മേഘത്തിൻ്റെ കീഴിലും ചെങ്കടലിലും അവർ സ്നാനമേറ്റു മോശയോട് ചേർന്നു എന്ന് പറയുന്നു. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോരുമ്പോൾ പുറകെ ഫറവോൻ വന്നപ്പോൾ അവരെ മരണഭീതി അവരെ താണ്ഡവമാടി. മുന്നോട്ട് നീങ്ങുവാൻ മാർഗമില്ലാത്ത അവസ്ഥയിൽ വന്നപ്പോൾ ദൈവം ചെങ്കടലിൽ അവർക്ക് വഴിയൊരുക്കുന്നു. ആ ചെങ്കടലിൽ തന്നെ ഫറവോൻ പട്ടുപോകുന്നു, ഫറവോനും തൻ്റെ സൈന്യവും. അവിടെ നിന്ന് അവർക്ക് ലഭിക്കുന്ന ഒരു ജീവിതം,
പ്രളയ സമയത്ത് പെട്ടകത്തിലൂടെ ഒരു പുനർജന്മത്തിലേക്ക് പ്രവേശിച്ച നോഹയെ പോലെ ഈ ചെങ്കടലിൽ നിന്ന് അക്കരെ കയറിയ ജനം തങ്ങളെ തകർക്കുവാൻ വന്ന ഭർവൻ ചെങ്കടലിൽ വെച്ച് പട്ടുപോയപ്പോൾ അവർക്ക് ലഭിച്ചത് ഒരു പുനർജന്മമാണ്. അതായത് വാളിൻ്റെ മുനയിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞു പോരുമ്പോൾ നമ്മൾ പറയുമ്പോൾ ഇതൊരു പുനർജന്മമാണെന്നൊക്കെ പറയുമല്ലോ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനത്തെ പുനർജന്മം ഉണ്ടായതാണ്. കാരണം ഞാൻ യാത്ര ചെയ്തിരുന്ന ബസ് 450 അടി താഴ്ചയിലേക്ക് മറിഞ്ഞപ്പോൾ ആദ്യത്തെ 4 മറിച്ചിൽ ഞാൻ എണ്ണി. പിന്നെയുള്ളത് എനിക്ക് എണ്ണാൻ പറ്റില്ല, ഭയങ്കര സ്പീഡിലായിരുന്നു. ആ നിമിഷം ഞാൻ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ വീട്ടിലുള്ളവരെല്ലാം മനസ്സിലൊന്ന് കണ്ട് ഞാൻ എന്നോട് തന്നെ യാത്ര പറഞ്ഞു. അതിനുശേഷം എനിക്ക് കിട്ടിയ ജന്മം പുനർജന്മമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അങ്ങനെ തന്നെ അതിനെ ഏറ്റെടുത്തിരിക്കുന്നു. കാരണം മരണത്തെ മുഖാമുഖമായി കണ്ട നിമിഷമാണ്. അപ്പോൾ ഇവിടെ ചെങ്കടലിലൂടെ ജനം കടന്നു പോയത് ഒരു സ്നാനം ഏറ്റു മോശയോട് ചേർന്നു എന്ന് പറയുന്നത് എങ്ങനെയാണത് സ്നാനമാകുന്നത്? ഞാൻ മനസ്സിലാക്കുന്നു, മേഘം എന്ന് പറയുമ്പോൾ അത് വെള്ളമാണ്. നമുക്കറിയാമല്ലോ, ശാസ്ത്രം പറയുന്നത് ഭൂമിയിലുള്ളതിനേക്കാൾ 8 ഇരട്ടി വെള്ളം അന്തരീക്ഷത്തിലുണ്ടെന്നൊക്കെ പറയുന്നു. ഏതൊക്കെയായാലും അത്രയും ഉണ്ടോ ഇല്ലയോ, വെള്ളമുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. ജനം നടന്നു പോകുമ്പോൾ ഇരു സൈഡിലും വെള്ളം. ഇവർ വെള്ളത്തിൽ മുങ്ങുന്നില്ല എങ്കിലും ഒരു ജലത്തിൻ്റെ സാമീപ്യം അവരനുഭവിച്ചതാണോ സ്നാനം എന്ന് അറിയില്ല. എങ്കിലും അവിടെ ഒരു സ്നാനമെന്ന നിലയിൽ പരിശുദ്ധാത്മാവിൽ വെളിപ്പാട് പ്രാപിച്ച പൗലോസ് അപ്പോസ്തലൻ അത് പറയുമ്പോൾ നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മളതിനെ ഒഴിവാക്കി നിർത്തേണ്ട ആവശ്യമില്ല. ഈ ലോകം മുഴുവൻ ദുഷ്ടൻ്റെ അധീനതയിലാണെന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ടോ, വചനത്തിൽ പറയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ജനിക്കപ്പെടുന്ന വ്യക്തികളും ദുഷ്ടൻ്റെ അധീനതയിൽ തന്നെയാണ് ജനിക്കുന്നത്. അങ്ങനെ ദുഷ്ടൻ്റെ അധീനതയിൽ ജനിച്ച മനുഷ്യൻ അവൻ ക്രിസ്തുവിനോട് ചേരുമ്പോഴേ ക്രിസ്തുവിൻ്റെ ആളാകുകയുള്ളൂ. ഇല്ലായെങ്കിൽ, ക്രിസ്തുവിനോട് ചേർന്നില്ലെങ്കിൽ അവൻ ആരുടെ അധീനതയിലാണ് കിടക്കുന്നത്? സ്നാനം വേണ്ട എന്ന് പറയുന്ന ആളുകളോട് ചോദിക്കുക, ക്രിസ്തുവിനോട് ചേരേണ്ട ആവശ്യം എന്താ? ആവശ്യം ജനിക്കപ്പെടുന്ന സകല മനുഷ്യനും ദുഷ്ടൻ്റെ അധീനതയിലാണ് അവൻ ജനിച്ചതും വളരുന്നതും. അവൻ അവിടെ നിന്ന് ക്രിസ്തുവിനോട് ചേരുമ്പോൾ ഇവിടെ ഈ അധീനപ്പെട്ടിരുന്ന ശക്തി ഏതാണോ അതിൽ നിന്ന് വിട പറയണം. 114 സങ്കീർത്തനം അങ്ങനെയാണല്ലോ. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്നും യാക്കോബിൻ ഗൃഹം അന്യഭാഷയുള്ള ജാതികളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ, പുറപ്പെട്ടപ്പോൾ ഇസ്രായേൽ അവൻ്റെ വിശുദ്ധ മന്ദിരവും എന്തുകൊണ്ടാണ് ഫറവോൻ്റെ അടിമത്തത്തിൽ കിടന്നപ്പോൾ ആധിപത്യം യഹോവ ഏറ്റെടുക്കാതിരുന്നത്? യഹോവയ്ക്ക് ആരുടെയും ഷെയർ വേണ്ട, പകുതി നീയും പകുതി ഞാനും, അതിൻ്റെ ആവശ്യമില്ല. നീ ഫറവോൻ്റെ കീഴിലാണ് കിടക്കുന്നതെങ്കിൽ അവിടെ തന്നെ കിടന്നു, ആധിപത്യവും അവൻ നടത്തിക്കോളും, നിയന്ത്രണങ്ങളും കൽപ്പനകളൊക്കെ അവനിൽ നിന്ന് വന്നോളും, നിൻ്റെ കാര്യസാധ്യതകളും അവൻ സാധിപ്പിച്ചു തരും. ഇനി യഹോവ പറയുകയാണ്, എൻ്റെ ആധിപത്യത്തിന് കീഴിൽ നീ ആകണമെങ്കിൽ നീ ഫറവോൻ്റെ ആദേശം വിട്ടു പോരണം, അവൻ്റെ ആധിപത്യം വിട്ടു പോരണം, അവൻ്റെ ദേശം വിട്ടു നീ പോരണം. അതുകൊണ്ടാണ് 114 സങ്കീർത്തനത്തിൽ ഇസ്രായേൽ മിസ്രൈമിൽ നിന്നും യാക്കോബിൻ ഗൃഹം അന്യഭാഷയുള്ള ജാതികളുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോഴാണ് ആധിപത്യം ഏറ്റെടുത്തത് യഹോവ. ഇവിടെ ഇത് പറയുന്നു, ദുഷ്ടൻ്റെ അധീനതയുള്ള ലോകത്തിൽ പാപത്താൽ ജനിച്ച് പാപത്താൽ വളർന്ന് പാപത്താൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവനെക്കാലവും ദുഷ്ടൻ്റെ കീഴിലാണ്. അവനവിടെ നിന്നും ആ ദുഷ്ടനോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് അവൻ്റെ പാപ സ്വഭാവത്തോട് ഗുഡ് ബൈ പറഞ്ഞ് അവൻ പാപസംബന്ധമായി മരിക്കണം. റോമാലേഖനം അതാ പറയുന്നത്, മരിക്കണം. ആ മരിച്ചിട്ട് ക്രിസ്തുവിനോട് ചേരണം. എങ്ങനെ ചേരും? അതിന് ദൈവം വെച്ചിരിക്കുന്ന പ്രക്രിയ മരണത്തോടും അടക്കത്തോടും പുനരുത്ഥാനത്തോടും, ഈ 3 കാര്യങ്ങളോട് ഏകീഭവിക്കുക എന്നുള്ളതാണ് സ്നാനം കൊണ്ട് നടക്കുന്നത്. പാപസംബന്ധമായി മരിച്ചു, വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന വ്യക്തി പാപത്തോട് വിട പറയുന്നു, പാപസംബന്ധമായി മരിക്കുന്നു. അവൻ വെള്ളത്തിൽ യേശുവിനെ കർത്താവായി സ്വീകരിച്ചിട്ട് അവൻ വെള്ളത്തിൽ മുങ്ങുന്നു. അവൻ പൊങ്ങി ആ വെള്ളത്തിൽ നിന്ന് പുറത്തു വരുന്ന ആ ഒരു പ്രക്രിയ മനസ്സിലാക്കണം. വെള്ളത്തിൽ നിന്ന് അവൻ പുറത്തു വരുന്ന പ്രക്രിയ ഒരു ജന്മമായിട്ടാണ് ദൈവവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. മാതാവിൻ്റെ ഉദരത്തിൽ ആയിരുന്ന ഒരു വ്യക്തി പുറത്തേക്ക് വരുമ്പോൾ അവൻ ജനിച്ചു. സത്യത്തിൽ
നമ്മളൊക്കെ ഈ പ്രായം പറയാറില്ലേ? നിനക്ക് എത്ര വയസ്സുണ്ട്? ഞാൻ 2000 ജനിച്ചു, ഉദാഹരണം പറയും. ഞാൻ 2000 ജനിച്ചു, 2000 ജനുവരി 1 ജനിച്ചു, ഉദാഹരണമാണ്. ഇപ്പോൾ നിനക്ക് 24 വയസ്സുണ്ട്, ശരിയല്ലേ? സത്യത്തിൽ മാതാവിൻ്റെ ഉദരത്തിൽ ഒരു ശിശുവായി ഉരുവായതെന്ന അതിനേക്കാളും ഒരു 9 മാസം പുറകോട്ട് പോകില്ലേ? ശരിയാണോ? നീ മനുഷ്യനായി ഒരു വ്യക്തിയായി രൂപം കൊള്ളുന്നത് ഈ ലോകത്തിൽ വന്നപ്പോഴല്ല, മാതാവിൻ്റെ ഉദരത്തിൽ വെച്ച. അപ്പോൾ ശരിക്കും നാം ലോകം കണ്ടത് ജനുവരി 1, പക്ഷെ ഞാൻ ജന്മം കൊണ്ടത് മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവായത് 9 മാസം മുൻപ്. അപ്പോൾ പ്രായം 1 വർഷത്തോടെ പുറകോട്ട് ഇറക്കുന്നതാണ് കറക്റ്റ്. മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും മനസ്സിലാകത്തില്ല. ഇനിയിപ്പോൾ പറയും പൊട്ടത്തരം പറയുകയാണ്, ഇറങ്ങിപ്പോന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വരും. സാറില്ല, എല്ലാവർക്കും എല്ലാം ഗ്രഹിക്കണമെന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞതിന് താല്പര്യം, നമ്മൾ ജന്മമെന്ന് ഉദ്ദേശിക്കുന്നത് മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്ത് ഈ ലോകത്തേക്ക് പ്രവേശിക്കുന്ന ദിവസമാണ് ജന്മദിവസം. അങ്ങനെയെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന വ്യക്തി പാപസംബന്ധമായി മരിച്ചു, പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു, യേശുവിൻ്റെ അടക്കത്തോടെ ഏകീഭവിച്ചു വെള്ളത്തിൽ മുങ്ങി അവിടെ നിന്ന് പുറത്തേക്ക് പുതിയ സൃഷ്ടിയായി വരുന്നു. അപ്പോഴവൻ ക്രിസ്തുവിനോട് ചേർന്നു. ആ ക്രിസ്തുവിനോട് ചേരുന്നവൻ അവൻ പുതിയ സൃഷ്ടിയായി വരുന്നു. 2 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടി. ഇവിടെ ശ്രദ്ധിക്കണം, ഒരുവൻ ക്രിസ്തുവിലായാൽ, യേശുവിലായാൽ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇപ്പം രണ്ടും രണ്ടാണെന്ന് ചോദിക്കരുത്. രണ്ടും ഒരു വ്യക്തി തന്നെ, രണ്ടും 2 പദവി, 2 ദൗത്യങ്ങൾ. യേശു എന്ന് പറഞ്ഞാൽ അത് രക്ഷകൻ എന്നാണ് അനർത്ഥം. രക്ഷകൻ പാപികൾക്കുള്ളതാണ്, രക്ഷകൻ പാപികൾക്കുള്ളതാണ്. എന്നാൽ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്ന മഹാപുരോഹിതനായി, അത് പാപികൾക്കല്ല, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുക. ആകയാൽ കുഞ്ഞുങ്ങളെ, ലോകത്തെ നോക്കി പറയുകയല്ല, രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ നോക്കി പറയുക. അഥവാ ഒരു പാപം നിന്നിൽ സംഭവിച്ചു പോയാൽ, നിന്നെ തള്ളിക്കളയുന്നവനല്ല, നീ വീണ്ടും 1 മുതൽ ഏറ്റുപറഞ്ഞ് സ്നാനപ്പെട്ടൊന്നും വരേണ്ട ആവശ്യമില്ല. നീ ഒരിക്കൽ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഇനി നിനക്ക് വേണ്ടി ഒരു മഹാപുരോഹിതനുണ്ട്, അത് ക്രിസ്തുവാണ്. രക്ഷകനാരാ? യേശു. അപ്പോൾ യേശു പാപികളായിരിക്കുന്നവരെ രക്ഷിപ്പാൻ യേശു നിലകൊള്ളുമ്പോൾ, ക്രിസ്തുവിനോട് ചേർന്നവർക്ക് വരുന്ന പാപത്തിന് അനുതാപപ്പെട്ട് അപേക്ഷിച്ചാൽ പിതാവിനോട് പക്ഷപാതം ചെയ്യുവാൻ ഒരു മഹാപുരോഹിതനായി നിലകൊള്ളുന്നു. മനസ്സിലായി കാണും. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ബാങ്കിലെ മാനേജർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഭാര്യ പറഞ്ഞ്, എനിക്ക് 1,00,000 രൂപ വേണമല്ലോ എന്ന് പറഞ്ഞു. അലമാരി തുറക്കുന്നു, പൈസ എടുക്കുന്നു, എണ്ണി ഭാര്യയ്ക്ക് കൊടുക്കുന്നു. എന്നാൽ ബാങ്കിൽ ചെന്നിട്ട് പറയുകയാണ്, എനിക്ക് 1,00,000 രൂപ ലോൺ വേണമല്ലോ. വീട്ടിൽ ഭർത്താവായിരുന്നു, ഒരു ഡിമാൻഡും വെച്ചില്ല. 1,00,000 രൂപ ചോദിച്ചു, അലമാരി തുറന്നു, എടുത്തു കൊടുത്തു. പക്ഷെ അതേ ഭർത്താവ് തന്നെ ബാങ്കിൽ വന്നപ്പോൾ 1,00,000 രൂപ ലോൺ ചോദിച്ചപ്പോൾ പറഞ്ഞു, നിൻ്റെ ID കാർഡ് വേണം, പിന്നെ അപേക്ഷ വയ്ക്കണം, പിന്നെ അത് വേണം, ഇത് വേണം, ഡോക്യുമെൻറ്റ്സ് വേണം, എല്ലാം വേണം. ഡിമാൻഡ് വെച്ചു. എൻ്റെ ചോദ്യം, ഈ ഭാര്യ ഭർത്താവിനോട് 1,00,000 രൂപ വായ്പ ചോദിച്ചപ്പോൾ എല്ലാ ഡിമാൻഡുകളും, ID കാർഡും അപേക്ഷയെല്ലാം ചോദിച്ചു. പക്ഷെ വീട്ടിൽ വെച്ച് ചോദിച്ചപ്പോൾ ഒരു ഡിമാൻഡും പറഞ്ഞില്ല. കാരണം ആൾ ഒന്ന് തന്നെയാണെങ്കിലും വീട്ടിൽ ഭർത്താവ്, ബാങ്കിൽ മാനേജർ. മനസ്സിലായി കാണുമല്ലോ, മനസ്സിലായി കാണും. ഇത് തന്നെയാണ് യേശുവിൽ നിലകൊള്ളുന്ന 2 പദവികൾ. പാപികൾക്ക് അവൻ രക്ഷകൻ, അവനെ പാപത്തിന് രക്ഷിപ്പാൻ യേശു എന്ന രക്ഷകൻ. അതുകൊണ്ട് അവനെ യേശു എന്ന് പേര് വിളിക്കണമെന്ന് പറഞ്ഞത്, അല്ലാതെ യേശു ക്രിസ്തു എന്ന് പേര് വിളിക്കാൻ പറഞ്ഞായിരുന്നോ? ക്രിസ്തു യേശു എന്ന് പേര് വിളിക്കാൻ പറഞ്ഞോ? കർത്താവായ യേശു എന്ന് പേര് വിളിക്കാൻ പറഞ്ഞോ? കർത്താവായ യേശു ക്രിസ്തു എന്ന് പേര് വിളിക്കാൻ പറഞ്ഞോ? ഇതൊന്നും പറഞ്ഞില്ലോ. അതുകൊണ്ട് തന്നെ ഈ വണ്ണസ്സുകാരുടെ സ്നാനത്തെക്കുറിച്ച് അവർക്ക് യാതൊരു ദിക്കും വെളിവുമില്ല. ചിലപ്പോൾ പറയും യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണമെന്ന്, ചിലപ്പോൾ പറയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണമെന്ന്, ചില സമയത്ത് ഇവരെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണം, പിന്നെ പറയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണം. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഈ ഓരോ പദവികളും എന്താണെന്നും ആ ഓരോ പദവികൾ
യേശു എപ്പോഴാണ് ആ പദവിയിൽ നിന്ന് സേവനം അനുഷ്ഠിക്കുന്നുള്ളതായ സമയവ്യത്യാസവും കാലവ്യത്യാസത്തെക്കുറിച്ചും അവർക്ക് യാതൊരു ഗ്രാഹ്യമില്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെ മാറ്റി മറിച്ചും പറയുന്നത്. കാരണം ബൈബിളിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതിന് കാരണം അപ്പോസ്തലന്മാർക്ക് അറിയില്ലാത്തത് കൊണ്ടല്ല. അപ്പോസ്തലന്മാർ അന്ന് ആ പദം അങ്ങനെ എഴുതി വയ്ക്കാനുള്ള സാഹചര്യം അവർക്കറിയാം. അവർ സ്നാനപ്പെടുത്തിയത് ഒരേ ഒരു നാമമാണ്, അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം. അതിനുള്ള തെളിവുകൾ നിരത്തിക്കൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഞാൻ മടങ്ങി വരുന്നു. യേശു എന്ന് പറയുന്നത് രക്ഷകൻ, യേശു ക്രിസ്തു എന്ന് പറയുന്നത് പുരോഹിതൻ, മഹാപുരോഹിതൻ. അതുകൊണ്ട് തന്നെയാണ് യേശു എന്ന ഏകപുരുഷനല്ല, ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി ഞാൻ നിങ്ങളെ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. അതിൻ്റെ കാരണം യേശു എന്നുള്ള ഈ പേര് ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കു വേണ്ടി തന്നൊരു നാമമാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ ആ വാക്യം അങ്ങനെ പറയുന്നു. എന്നാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ യേശുവിന് പുതിയൊരു നാമമുണ്ട്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 13-ാം വാക്യത്തിലും വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിലും പറയുന്നു, അവൻ എഴുതിയിട്ടുള്ള നാമമുണ്ട്, അവനല്ലാതെ ആർക്കും അറിയില്ല. കാരണം രക്ഷകൻ എന്നുള്ള നാമത്തിൽ ഇവിടെ ഭൂമിയിലെ ആവശ്യമുള്ളൂ. രക്ഷകൻ എന്നുള്ള പദവിൽ സ്വർഗത്തിൽ അവിടെ പാപമില്ല, ശാപമില്ല, രോഗമില്ല, കഷ്ടതയില്ല, ഞെരുക്കമില്ല, പ്രയാസമില്ല, ഒന്നുമില്ല. രക്ഷകൻ്റെ ആവശ്യവുമില്ല. എന്നാൽ അവിടെ മഹാപുരോഹിതൻ്റെ ആവശ്യമുണ്ട്. കാരണം തൻ്റെ മക്കൾ ഇവിടെ ചിലപ്പോൾ പിശാചനാൽ വശീകരിക്കപ്പെട്ട് പാപം ചെയ്തു പോയേക്കാം, വ്യക്തമായി എന്ന് കരുതുന്നു. ഇത്രയ്ക്കും വ്യക്തമായി വചനത്തിലൂടെ വിവരിക്കുമ്പോൾ ദുരുപദേശം എന്ന് പറയുന്നവർ സുവിശേഷ വിരോധികളാണ്, അവർ സത്യവചനത്തിന് വിരോധികളാണ്. അത് മനസ്സിലാക്കി കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുകയുള്ളൂ. പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്നെ വിളിക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാൻ പറ്റാതെ മുമ്പ് സംശയം ജനിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെയുള്ളവർ എന്നെ വിളിച്ച് സംശയം ചോദിക്കാറുണ്ട്. അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതല്ല, എത്രത്തോളം യാഥാർത്ഥ്യം വെളിപ്പെട്ടിട്ടും പിന്നെയും പറയുന്നവർ തർക്കിക്കാൻ വരുന്നവരാണ്. അവരൊരിക്കലും നമ്മൾ ഒരു വചനത്തിൻ്റെ സത്യം അന്വേഷിക്കുന്നവർ എന്നുള്ള നിലയിൽ കാണേണ്ട ആവശ്യമില്ല. അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ, ഏത് നിലയിലും കമൻ്റ് ഇടാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ, അതൊന്നും നിഷേധിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നു, ക്രിസ്തു എന്നുള്ള സ്ഥാനം സ്വർഗത്തിലുള്ളതാണ്. അപ്പോൾ ഇവിടെ ക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനമേൽക്കുന്നത്. യേശുവിനോടുള്ള രക്ഷയ്ക്ക് ഒരു ഡിമാൻഡും ഇല്ല. നീ പാപം ഏറ്റുപറഞ്ഞ് യേശുവിനെ കർത്താവായി സ്വീകരിച്ച് ഇനി ഞാൻ പാപത്തിൽ ജീവിക്കുകയില്ല എന്നുള്ള തീരുമാനമെടുത്താൽ നിനക്ക് രക്ഷയുടെ കവാടം തുറന്നു കിട്ടും. പക്ഷേ ആ രക്ഷയുടെ അവസ്ഥയിലേക്ക് നീ പ്രവേശിക്കണമെങ്കിൽ ക്രിസ്തുവിനോട് നീ ചേരണം. ക്രിസ്തുവിനോട് ചേർന്ന വ്യക്തിക്ക് ക്രിസ്തുവുമായിട്ടൊരു ബന്ധമുണ്ടാകുള്ളൂ. ഞാനൊരു ഉദാഹരണം 2 വാക്കിൽ പറയാം. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടിയുടെ കൊച്ചനുജത്തി, അന്ന് അവൾക്ക് സ്കൂളിൽ പോകാൻ പ്രായമായിട്ടില്ല, കുഞ്ഞനുജത്തി, വർഷങ്ങളുടെ ഗ്യാപ്പിൽ ജനിച്ചൊരു കുട്ടിയാണ്. അപ്പനും അമ്മയും കൂലിപ്പണിക്ക് പോകുമ്പോൾ ചേടത്തിയുടെ കൂടെ കൊച്ചിനെ പറഞ്ഞു വിടും, ചെറിയൊരു ചോറ് പാത്രത്തിൽ അല്പം ചോറുമായിട്ട്. രാവിലെ ക്ലാസ്സിൽ വരുമ്പോൾ ഈ കുട്ടിയുമുണ്ട്. ബെല്ലടിക്കുമ്പോൾ എല്ലാവരും ക്ലാസ്സിൽ കയറുന്ന സമയത്ത് കുട്ടി കയറും. ഇൻ്റർവെല്ലിന് എല്ലാവരും പുറത്ത് പോകുന്ന സമയത്ത് ഈ കുട്ടിയും പുറത്ത് പോകും. അതുപോലെ ഉച്ചയ്ക്ക് ലഞ്ചിനുള്ള സമയത്ത് ഈ കുട്ടിയും പുറത്ത് പോകും, ചോറ് കഴിക്കും. അതുപോലെ ജനഗണയൊക്കെ പാടുന്ന സമയത്ത് ഈ കുട്ടി എഴുന്നേറ്റ് നിൽക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, എക്സാമിൻ്റെ ടൈം ആയപ്പോൾ ചേച്ചിയെ മാത്രമേ അകത്ത് കയറ്റിയുള്ളൂ, കുട്ടിയെ കയറ്റിയില്ല. റിസൾട്ട് നോക്കാൻ ചേച്ചിയെ വന്നുള്ളൂ, അനുജത്തി വന്നില്ല. കാരണം ചേച്ചിയുടെ പേര് ഒരിക്കൽ അവിടെ ചേർത്തതാണ്. പക്ഷേ കുട്ടി അവിടെ എല്ലാ ദിവസവും ക്ലാസ്സിൽ വന്നെങ്കിലും പേര് ചേർത്തിട്ടില്ല. യേശു പറയുന്നു, ഞാൻ നിങ്ങൾ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന മുഖത്തു നോക്കിയല്ല, എത്ര ക്രൂസൈഡിൽ പ്രസംഗിച്ചു നോക്കിയല്ല, എത്ര ഉപവാസത്തിലിരുന്നു നോക്കിയല്ല, ആർക്കൊക്കെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളത് നോക്കിയല്ല, തൻ്റെ ശുശ്രൂഷയിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ നടന്നു എന്നുള്ളത് നോക്കിയല്ല. ക്രിസ്തുവിനോട് ചേർന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം ഉച്ചരിക്കുമ്പോൾ, ആ സാക്ഷ്യത്തിൽ സ്നാനമേൽക്കുമ്പോൾ, ആ നാമത്തിൽ സ്നാനം ഏൽക്കുമ്പോൾ, 1 യോഹന്നാൻ 5:7 പറയുമ്പോൾ there are 3 that bear the record in heaven, Father, Word and Holy Ghost. അവിടെ പിതാവും വചനവും പരിശുദ്ധാത്മാവും സാക്ഷ്യം രേഖപ്പെടുത്തി വെക്കണമെങ്കിൽ സ്നാന സമയത്ത് ഈ 3 പേരും ഉപയോഗിച്ചിരിക്കണം. അതിനൊക്കെ വേറെ ഒത്തിരി ക്ലാസ് ഞാൻ ഇട്ടിട്ടുള്ളത്, ആവർത്തന വിരസത ഫീൽ ചെയ്യാതിരിക്കാൻ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇവിടെ ക്രിസ്തുവിനോട് ചേരുന്ന പ്രക്രിയയാണ് വെള്ളത്താൽ ജനിക്കുക എന്ന് പറയുന്നത്. ഇനി ആത്മാവിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നാം ദൈവത്തിൻ്റെ മക്കളെന്ന്
ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നമ്മുടെ ആത്മാവോട് ഏത് ആത്മാവ് സാക്ഷ്യം പറയുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് സാക്ഷ്യം പറയുന്നു. വളരെ വ്യക്തമാണല്ലോ. നാം ദൈവമക്കളെന്ന് ആരാണ് സാക്ഷ്യം പറയേണ്ടത്? സഭയിലെ പാസ്റ്ററല്ല, രജിസ്റ്ററിൽ പേരെഴുതിയ ആളല്ല, നമ്മളോട് സുവിശേഷം പറഞ്ഞ ആളല്ല. പരിശുദ്ധാത്മാവ് നമ്മോട് സാക്ഷ്യം പറയണം. അതിൻ്റെ കാരണം ആത്മാവിൽ ഒരു ജനനം പ്രാപിക്കേണ്ട ആവശ്യമുണ്ട്. ആത്മാവിലുള്ള നിറയപ്പെടൽ, യേശു ജനിച്ചത് ആത്മാവിനാൽ, വളർന്നത് ആത്മാവിനാൽ, ബലപ്പെട്ടത് ആത്മാവിനാൽ. ഇതൊരു ഓരോരോ ഘട്ടത്തിലാണ്. എന്നിട്ടും സ്നാന സമയത്ത് പ്രാവെന്ന പോലെ പരിശുദ്ധാത്മാവ് വീണ്ടും വരികയാണ്. അപ്പോൾ ഓരോ ഘട്ടങ്ങൾ നോക്കുക. എന്നതുപോലെ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ മുദ്ര ഇട്ടിട്ടുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിനാൽ നമ്മളെ അഭിഷേകം ചെയ്യുന്ന ഓരോ ശുശ്രൂഷയ്ക്കായിട്ട് അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നമ്മൾ ആയിത്തീരേണ്ടതിന്. കാരണം ഇപ്പോൾ സകല സത്യത്തിൽ നമ്മൾ വഴി നടത്തുന്നതും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്ന ദൗത്യം ചെയ്യുന്നതും പരിശുദ്ധാത്മാവ് ആയതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് നമുക്ക് ആവശ്യമാണ്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മെ സൃഷ്ടിച്ചിരിക്കുന്ന മണ്ണുകൊണ്ടാണ്. മണ്ണിൻ്റെ സ്വഭാവങ്ങളുണ്ട്. ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ 15 കൂട്ടം കാര്യങ്ങൾ പറയുന്നുണ്ട്. പകയുണ്ട്, ദുർന്നപക്ഷമുണ്ട്, ക്രോധമുണ്ട്, ശാഠ്യമുണ്ട്, ദുർനടപ്പുണ്ട്, മദ്യപാനമുണ്ട്, അങ്ങനെ 15 വെറിക്കൂത്ത്, ഇങ്ങനെ 15 കൂട്ടം കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഈ മണ്ണിൽ നാം ജീവിക്കുന്നിടത്തോളം കാലം അതിൻ്റെ ക്രിയകൾ, അതിൻ്റെ പ്രലോഭനങ്ങൾ, അതിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടും. എന്നാൽ അതിനെ നമുക്ക് മാനുഷിക ശക്തി കൊണ്ട് ഒതുക്കി നിർത്താൻ കഴിയില്ലാത്തത് കൊണ്ട് മറുഭാഗത്ത് നമ്മളിൽ വെച്ചിരിക്കുന്ന ആത്മാവിനാൽ 9 കൂട്ടം ഫലങ്ങളും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, പെട്ടെന്ന് കോപമുണ്ടായി, ശാഠ്യമുണ്ടായി, അത് ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. ഞാനത് ഭാവനയിൽ ഇങ്ങനെ പറയാം. നമ്മുടെ ജഡത്തിനു വേണ്ടി 15 ഭടന്മാർ നിന്ന് നമ്മളെ ഇങ്ങനെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് ആത്മാവ് 9 കൂട്ടം ഫലങ്ങളായിരുന്ന 9 ഭടന്മാരിൽ നിന്ന് നമ്മളെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നൊരു കോപം വരുമ്പോൾ അവിടെ സൗമ്യത പറയും, നീ അവിടെ അടങ്ങ്. അല്ലെങ്കിൽ സ്നേഹം പറയും, നീ അവിടെ അടങ്ങ്. അല്ല ദീർഘക്ഷമ പറയും, നീ അവിടെ അടങ്ങ്. അല്ലെങ്കിൽ സമാധാനം പറയും, നീ അവിടെ അടങ്ങ്. ഞാൻ ലിസ്റ്റ് എടുത്ത് പറഞ്ഞാൽ വീഡിയോയുടെ ദൈർഘ്യം കൂടും. നിങ്ങൾ തന്നെ എടുത്ത് നോക്കുക. ആ 15 കൂട്ടത്തിൽ ഏതൊരു സംഭവം എഴുന്നേറ്റില്ല ഇപ്പറയുന്ന വേറെ അടുത്തവൻ എഴുന്നേക്കാനുണ്ട്. അവനൊന്ന് ഒരുവനെ ഒതുക്കാൻ ഇവിടുന്ന് പലരുമുണ്ട്. അവിടുന്ന് ശാഠ്യം വരിക, എനിക്കത് കിട്ടിയേ പറ്റൂ. എന്നവിടെ പറയും, എടാ ദീർഘക്ഷമ, നീ ക്ഷമയോടുകൂടി അവിടെ ഇരിക്കുക. നോക്കിക്കേ ദൈവം വെച്ചിരിക്കുന്ന സംഭവം. ഇവിടെ നമ്മൾ ഈ തിയറിയിലേക്ക് പോയാൽ 15 പേരൊരു വടത്തിൻ്റെ അങ്ങേയറ്റത്തും 9 പേരൊരു വടത്തിൻ്റെ ഇങ്ങേയറ്റത്തു നിന്ന് വലിച്ചാൽ ആരാ ജയിക്കാൻ സാധ്യത? സംശയിക്കണ്ടല്ലോ, 15 പേരല്ലേ. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക, ഈ 15 പേര് ഇവിടെ ഉണ്ടെങ്കിൽ അവന് ഒരുവനെ ഒതുക്കാൻ ഇവിടെ പലരുണ്ട്. ആത്മാവിൻ്റെ ഫലങ്ങൾ. ഇവിടെയാണ് ഒരു മനുഷ്യൻ ജഡീകനാണോ ആത്മീയനാണോ എന്ന് തിരിച്ചറിയുന്നത്. ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങൾ വരുമ്പോൾ നമ്മുടെ ജഡം പറയും, അതെടുത്തോ. പക്ഷേ നമ്മുടെ അമ്മയിലൂടെ ആത്മാവ് പറയും, വിശ്വസ്തത, അത് ചെയ്യരുത്, വിശ്വസ്തത. അല്ലെങ്കിൽ ജഡത്തിൻ്റെ പ്രവൃത്തിയോട് ജയിക്കണമെങ്കിൽ ആത്മാവിൻ്റെ ഫലം വേണം. ജഡത്തെ അനുസരിച്ചാൽ ജഡികനാകും, ആത്മാവിനെ അനുസരിക്കുമ്പോൾ ആത്മീയൻ ആകും. അപ്പോൾ ഈ ഒരു ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? അവൻ ആത്മാവിനാൽ ജനിച്ചവനായിരിക്കണം. അവൻ്റെ ജന്മം ആത്മാവിലായിരിക്കണം. അവിടെ ജഡത്തിൻ്റെ സകല ഇച്ഛകളും പല പ്രലോഭനങ്ങൾ വരുമ്പോൾ അതിനെയെല്ലാം ഒതുക്കി വെക്കത്തക്ക നിലയിലുള്ള ശക്തി ഈ ആത്മാവിലുള്ള ജനനത്തിനുണ്ടായിരിക്കണം. ആത്മാവിൽ ജനിക്കേണ്ടതിൻ്റെ ആവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണ് ആത്മാവിൽ ജനിക്കുന്നത്? നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തോട് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനം നമുക്ക് ലഭിക്കും. ഒരു ഉപദേശക്കാർ പറയുന്നുണ്ട്, കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേൽക്കുക, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങൾക്ക് പാപമോചനം കിട്ടുകയും ചെയ്യും. നോക്കിക്കേ, പറയുക, പാപമോചനം കിട്ടണമെങ്കിൽ സ്നാനപ്പെടണം. അറിയാം, ഒരു പെന്തക്കോസ്ത് കുടുംബം, പെന്തക്കോസ്ത് സഭയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് ദൈവകൃപയിൽ ദൈവത്തെ ആരാധിച്ച് അന്യഭാഷയോട് അടയോളത്തോടെ ദൈവത്തെ ആരാധിച്ചവരാ. അങ്ങനെ ഇരുന്നപ്പോൾ വേറൊരു കൂട്ടരെ കണ്ടുമുട്ടി. അവിടെ ചെന്ന് ക്ലാസ് കൊടുക്കുക, നിങ്ങൾക്ക് പാപമോചനം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേൽക്കണം. അപ്പോൾ അത് കേട്ടപ്പോൾ വീണു, ഇതുവരെ ഞങ്ങൾക്ക് പാപം മോചിച്ചില്ല. അപ്പോൾ ഇത്ര നാളും പറഞ്ഞ അന്യഭാഷ പിന്നെ ഏതായിരുന്നു?
ഇത്ര നാൾ നിങ്ങൾ പറഞ്ഞ അന്യഭാഷ ഏതായിരുന്നു? മനസ്സിലായി കാണുമല്ലോ. ഈ പാപമോചനം പ്രാപിക്കാതെ അന്യഭാഷ കിട്ടിയത് നിങ്ങളന്ന് നിങ്ങൾക്ക് നേരത്തെ അന്യഭാഷ ഉണ്ടായിരുന്നു, നിങ്ങളത് പറഞ്ഞ് ആരാധിച്ചില്ലേ? ഇപ്പോഴാണ് മനസ്സിലായത് പാപമോചനം നടന്നില്ല എന്ന്. എൻ്റെ മുന്നേ ഇത്തരത്തിലുള്ള കപട ഉപദേശങ്ങൾ ചെന്ന് പെട്ടുപോകരുത്. പത്രോസ് അപ്പോസ്തലൻ ഒരിക്കൽ വചനം ശുശ്രൂഷിച്ചപ്പോൾ വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചു. അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്നു ചോദിക്കുക, അയ്യോ ഈ ജാതികളായി ഇവർക്ക് ഈ അന്യഭാഷ അടയാളത്തോടു കൂടി ദൈവത്തെ ആരാധിക്കുന്നല്ലോ, ഇവർക്ക് സ്നാനപ്പെടാൻ എന്താ കുഴപ്പം? ആരാ തടസ്സപ്പെടുത്തുന്നത്? ആരാ വെള്ളം വിലക്കിയത്? എന്നിട്ട് പറയുക, അവരെ കൊണ്ടുപോയി സ്നാനപ്പെടുത്തി. ആരെയാ? പരിശുദ്ധാത്മാവിൽ അന്യഭാഷ പറഞ്ഞവരെ. ഇവിടെ സ്നാനപ്പെടാതെ അന്യഭാഷ കിട്ടിയല്ലോ. ഇവർ പഠിപ്പിക്കുന്നതനുസരിച്ച് പാപമോചനത്തിന് വേണ്ടിയാണ് സ്നാനമേൽക്കുന്നതെങ്കിൽ സ്നാനമേൽക്കാതെ പാപമോചനം നടക്കത്തില്ലല്ലോ. ഇല്ല. അപ്പോൾ ആ സ്നാനമേൽക്കുന്നതിന് മുമ്പ് ഇവർക്ക് അന്യഭാഷ കിട്ടിയെങ്കിൽ ഇവർ പാപികളല്ലായിരുന്നു. ഈ പാപികൾക്ക് കൊടുക്കുന്ന അന്യഭാഷ ഏതാത്മാവാ? വചനം പഠിക്കണം, വചനം പഠിക്കണം. ദുരുപദേശത്തിൻ്റെ കപടതയിൽ വീണു പോകാതിരിക്കാനാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവരതിൽ ഒരു പുതിയ ജന്മമാണ് കൊണ്ടത്. ഈ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വന്ന് നിന്നിൽ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ നീ ഒരു പുതിയ ജന്മമായി മാറുന്നു, പുതിയ സൃഷ്ടിയായി മാറുന്നു. ജഡത്തിൻ്റെ സ്വഭാവങ്ങളെല്ലാം മാറുന്നു, കോപം ക്രോധമെല്ലാം മാറുന്നു, ശാഠ്യം മാറുന്നു, പക മാറുന്നു, വെറിക്കൂത്ത് മാറ്റുന്നു, മദ്യപാനം മാറുന്നു, എല്ലാം മാറി ആത്മാവ് അവൻ്റെ വരുമ്പോൾ വളരെ സ്നേഹം, കരുണ, വളരെ ദീർഘക്ഷമ, വളരെ സൗമ്യത കാണിച്ചിട്ട് അവനിൽ വലിയൊരു മാറ്റം സംഭവിച്ചല്ലോ. അവൻ ആളങ്ങോട്ട് മാറിപ്പോയി കേട്ടോ. കാരണം എന്താ? ഇത്ര നാളും അവനെ ഭരിച്ചുകൊണ്ടിരുന്ന ജഡത്തിൻ്റെ ആ ഭടന്മാരെയെല്ലാം തലക്കെട്ടടിച്ച് ഒതുക്കി നിർത്തിയിട്ട് ആത്മാവിൻ്റെ ഭടന്മാരാണ് അവർ എഴുന്നേറ്റു. അതാണ് കാര്യം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ സൃഷ്ടിയായി മാറുകയാണ്. ഇതാണ് ആത്മാവിലുള്ള ജനനം. ഇതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് കേവലം ഈ ആയുസ്സിലുള്ള കാര്യങ്ങൾ മാത്രം പ്രാപിക്കാനാണെങ്കിൽ ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. അതൊക്കെ കർത്താവ് ചെയ്തു തരും. കാരണം കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് പോലും അതിൻ്റെ ആഹാരം കൊടുക്കുന്ന ആളാണ്. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് നടത്തിക്കൊണ്ടുവന്ന മരുഭൂമികളുടെ എല്ലാ അത്ഭുതങ്ങളും അവർക്ക് കൊടുത്തും, മഞ്ഞ കൊടുത്തും, അപ്പം കൊടുത്തും, കാടപ്പശി കൊടുത്തും, നല്ല സൂപ്പർ വെള്ളം, തീക്കല്ലിൽ നിന്ന് പുറപ്പെട്ട വെള്ളം, അതെല്ലാം കൊടുത്തു. പക്ഷേ ഈ ഭക്ഷിച്ച ആശാന്മാരൊന്നും അങ്ങ് ചെന്നില്ല. ഇത് കുടിച്ച ആശാന്മാരൊന്നും അങ്ങ് ചെന്നില്ല. യഹോവയോട് പറ്റി നിന്ന് യോശുവയും കാലേബും. അപ്പോൾ അത്ഭുതങ്ങളൊക്കെ കാണാനാണെങ്കിൽ, അനുഭവിക്കുകയാണെങ്കിൽ ഇതൊക്കെ മതി, യേശുവിൽ വന്നാൽ മതി. പക്ഷെ ക്രിസ്തു എന്നുള്ള പദവി ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി, ശ്രദ്ധിക്കണം, ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി, അപ്പോഴാണ് യഥാർത്ഥമായി ഈ നിത്യജീവന് വേണ്ടിയുള്ള അല്ലെങ്കിൽ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ജീവിതത്തിൻ്റെ പൂർത്തീകരണത്തിൽ, ലക്ഷ്യപൂർണതയിൽ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് യേശു എന്നുള്ള പദവിയും ക്രിസ്തു എന്നുള്ള പദവിയും രണ്ടും രണ്ട്. ഞാൻ പറഞ്ഞുവല്ലോ, കർത്താവ്, യേശു, ക്രിസ്തു, ഈ മൂന്ന് വിഷയത്തെക്കുറിച്ചുള്ള പഠനം, ഇതിനേക്കാൾ ആഴമേറിയ പഠനങ്ങൾ പുറകെ വിടുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ ഇവിടെ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്ന് പറഞ്ഞാൽ വെള്ളത്താലുള്ള ജനനം സ്നാനമാണ്, ആത്മാവിലുള്ള ജനനം ആത്മാവിൻ്റെ അഭിഷേകമാണ്. ഇതാണ് ദൈവവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ശ്രോതാക്കൾക്ക് ഈ വിഷയം മനസ്സിലായി എന്ന് കരുതുന്നു. സംശയമുള്ളവർ എന്നെ വിളിക്കാറുണ്ട്. ശുശ്രൂഷയുടെ ഭാഗമായതുകൊണ്ട് പിന്നെ വിളിക്കാം, നാളെ വിളിക്കാമെന്ന് പറഞ്ഞ് ഒഴിവാക്കി, സാഹചര്യത്തിൽ പറഞ്ഞാലും മണിക്കൂറുകൾക്കകം തിരിച്ചു വിളിച്ച് അറിയാവുന്ന വചനം പറഞ്ഞു കൊടുക്കുന്ന ഒരു ശുശ്രൂഷയും ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് പുതിയ ഒരു ചിന്തയുമായി, പുതിയൊരു പഠനവുമായി കൂടിക്കാണാം. സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.